ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഓൺ വോയിസ് വീഡിയോയിൽ വന്നിട്ട്, കാരണം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ ആയിട്ട് വരുന്നു. എല്ലാം ഓക്കെ ആവട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കമൻസിലും അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ കമൻസിലും നമ്മുടെ ഷോർട്സിൻ്റെ കമൻസിലും ഒരുപാട് ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ശരിയാണ്, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ആളുകളെല്ലാം ഹെയർ കെയർ വീഡിയോ പറഞ്ഞു തരുമോ, അതുപോലെ തന്നെ ഹെയർ ലോങ് ആവാനുള്ള ടിപ്പ് എന്തെങ്കിലും പറഞ്ഞു തരുമോ, മുടി കൊഴിയുന്നത് കുറയാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഹെയർ കെയർ സീരീസിൽ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ കെയർ വീഡിയോ ആയിട്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വയം തന്നെ പരീക്ഷിക്കില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി എങ്ങനെ നീളം വെക്കാം, അല്ലെങ്കിൽ മുടി എങ്ങനെ നീളം വെക്കുന്നത്, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇത്ര മുടിയുണ്ട് കേട്ടോ. ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. എനിക്ക് ലോങ് ആയിട്ട് ഇത്ര മുടിയുണ്ട്. ഞാൻ എല്ലാ മാസവും മുടിയുടെ അറ്റം ഡ്രിം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മുടിയുടെ അറ്റം എപ്പോഴും ഡ്രിം ചെയ്ത് കൊടുക്കുക. അത് മുടി നീളം വെക്കാൻ നമ്മളൊരു പരിധി വരെ സഹായിക്കും. കാരണം മുടി ഇങ്ങനെ ഇപ്പം നമ്മൾ മുടി എന്നല്ല, അപ്പം നമ്മൾ ചെടിയാണെങ്കിലും നമ്മളിങ്ങനെ അറ്റം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ മുടി നീളം വെക്കാൻ കുറച്ച് സഹായിക്കും. പിന്നെ ഒരു പരിധി വരെ നമ്മുടെ മുടിയുടെ കാര്യങ്ങളെല്ലാം ജനറ്റിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ, അമ്മയുടെ വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം മുടിയുള്ള ആളുകളാണ് എല്ലാവരും. അത് തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. എനിക്ക് 2 ചേച്ചിമാരുണ്ട്, അവർക്കും നല്ല മുടിയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മുടി ഉള്ളത്. കുറച്ചൊക്കെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ മുടിയാണ്. പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ആദ്യം മുടി ഉണ്ടായിരുന്ന നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പോൾ മുടി വളരെ കുറവാണ്. അല്ലെങ്കിൽ മുടി കുറച്ച് കുറവുള്ള ആളുകളും തീരെ മുടി ഇല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കെയർ ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ മുടിയുടെ നീളം അല്ലെങ്കിൽ മുടിയുടെ ഉള്ളൊക്കെ. അപ്പോൾ ഒരു ടിപ്പ് അതാണ്, നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുക. കാരണം ചിലർക്ക് പാരമ്പര്യമായിട്ടായിരിക്കും മുടി, അത് കണ്ടിട്ട് നമ്മൾ ഓരോന്ന് വാങ്ങി തേക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എൻ്റെ മുടിയുടെ കാര്യം ഒരു പരിധി വരെ പാരമ്പര്യമായിട്ടുള്ള മുടിയാണ്. അമ്മയ്ക്കും മുടിയുണ്ട്, അതുപോലെ ചേച്ചിമാർക്കും, അങ്ങനെ എല്ലാവർക്കും മുടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതാട്ടോ എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അത് ടിപ്പൊന്നുമല്ല, അത് എന്താ പറയുക, സയൻറ്റിഫിക്കലി അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം, ശരിയാണോ തെറ്റാണോ മിത്താണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ മുടി അങ്ങനെയാണ് കഴുകാറ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അമ്മായിയൊക്കെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മുടി നീളം വെക്കും. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്നെ എന്താ പറയുക, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പുഷ് ചെയ്യുന്ന സംസാരമായിരിക്കും അത്. പക്ഷെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ ഓർമ്മയിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് കുളിച്ച് തുടങ്ങുമ്പോൾ നമ്മളോട് ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറയില്ല. അപ്പം അങ്ങനെ മുതൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, മുടി നമ്മൾ ഇങ്ങനെ ഇട്ട് കുളിക്കില്ലേ, നമ്മൾ കുളത്തിലൊക്കെ കുളിക്കുന്ന ഇതല്ലേ, മുടി ജസ്റ്റ് മുഴുവൻ നമ്മളിങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് മുടി ഇങ്ങനെ ഇട്ട് കുളിക്കില്ലേ, അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. സത്യമാണോ എന്നറിയില്ല. ഞാനത് സത്യമല്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ഇന്നേവരെ അങ്ങനെ ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ മുടി എപ്പോഴും ഇങ്ങനെ മുന്നിലേക്ക് മുഴുവൻ ഇട്ടിട്ട് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഉലുമ്പി എടുക്കില്ലേ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ തല നനയ്ക്കാറ്. ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, പറയാൻ പറ്റില്ല. അത് എന്താ പറയുക, ഞാൻ ഈ വീഡിയോ എടുക്കുന്നേക്കാൾ മുന്നേ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പോലെ നമ്മൾ പ്രായമായിട്ടുള്ള ആളുകളോട് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോഴും എന്നോട് അത് ശരിയാണ്, മുടി നീളം വെക്കാൻ അത് നന്നായിട്ട് സഹായിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല. ആരും കമൻ്റായിട്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നൊന്നും പറയരുത്. ചിലപ്പോൾ മുടി വളരുമായിരിക്കും. പണ്ടത്തെ ആളുകളൊക്കെ കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോഴൊക്കെ, പണ്ടത്തല്ല, ഞാൻ വരെ കുളത്തിൽ, എൻ്റെ അമ്മയുടെ വീട്ടിലെ തറവാട്ടിൽ ഇപ്പോഴും കുളമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുടി കുളിക്കാൻ പോവുകയാണെങ്കിൽ മുടി മുന്നിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉലുമ്പി എടുക്കുക ചെയ്യുക. അപ്പോൾ ആ ഉലുമ്പി എടുക്കുമ്പോൾ എങ്ങനെ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ചെയ്യാറ്. അതുകൊണ്ടും മുടി നീളം വെക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ ശരിയായിരിക്കും, തെറ്റായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയുക, കുറച്ച് നീളമുള്ള മുടിയുള്ള ആളുകൾക്ക് നേരിട്ട് മുടിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അത് മുടിയിൽ എല്ലായിടത്തും എത്തില്ല. അപ്പം അതുകൊണ്ട് നീളമുള്ള മുടികളുള്ള എല്ലാവരും ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ടായിരിക്കും കുളിക്കുന്നുണ്ടാവാന്ന് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചിലർ ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയാറുണ്ട്, അവർ ചെയ്യാറുണ്ട്. റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്സിനോട് ഞാൻ റിസൾട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. മുടി കൊഴിച്ചിൽ കുറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ മുടി ലെങ്ത്തൊക്കെ വെച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അത് ഇതുകൊണ്ട് മാത്രമാണ് പറയാൻ പറ്റും. അവര് നമ്മൾ ഇൻടേക്ക് എടുക്കുന്ന ഫുഡിന്റെയും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഓയിലിന്റെ ഒക്കെ ചേഞ്ച് ഉണ്ടായിരിക്കും. പിന്നെ ഉപയോഗിക്കുന്ന എണ്ണ അത് മുടിയുടെ അറ്റം വരെ തേച്ചിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യും.
എന്നും മുടിയുടെ അറ്റം വരെ എണ്ണ തേച്ചിട്ട് ആകെ ഒട്ടി പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് മുടി എത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അയൺ ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബ്ലഡ് കറക്റ്റായിട്ട് ഒരു ഫിസിഷ്യനെ കണ്ട് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ മുടി സ്ട്രോങ് ആവുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നല്ലോ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്നും പറയാത്തത്. കാരണം ഞാനൊരു എന്താ പറയുക അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷനൊന്നും അല്ല. അപ്പോൾ ഞാനത് പറയുന്നതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നന്നായിട്ട് പച്ചക്കറി, ഇലക്കറികൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, എനിക്ക് അലർജിക്ക് അല്ലാത്ത എന്നാൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങി. പിന്നെ പഞ്ചസാര അത് പറ്റ ഒഴിവാക്കി. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടാണ്, അവളിപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പായസവും അപ്പമൊക്കെ ഉണ്ടാക്കി തന്നെ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. കാരണം നമ്മളത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അപ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷനും അപ്പോഴത്തെ ഒരു സ്വാദും മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് അത് ഒട്ടും നന്നല്ല. പക്ഷെ പറ്റും അതിൽ ഒഴിവാക്കാൻ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം, അഡ്മിറ്റൊക്കെ ആയി ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം എനിക്ക് മധുരം കഴിക്കണമെന്നേ ഇല്ല. ആ കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ഹോർമോണൽ ഇംബാലൻസ്, PCOD ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കറക്റ്റായി, പീരിയഡ്സ് എല്ലാം ഓൺ ഡേറ്റിന് വരാൻ തുടങ്ങി. മധുരം ഒഴിവാക്കിയത് കൊണ്ട് എനിക്ക് എൻ്റെ ബോഡിയിലും എൻ്റെ ലൈഫ് സ്റ്റൈലിലും വന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നമ്മുടെ ചായയിലിടുന്ന പഞ്ചസാര മാത്രമല്ല കേട്ടോ, ചായയിലിടുന്ന പഞ്ചസാര തൊട്ട് നമ്മൾ എന്തെങ്കിലും പാക്കറ്റ് ഫുഡില്ലേ, ഈവൻ ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിക്കുമ്പോൾ പോലും അതിലുണ്ടാകുന്ന ആഡഡ് ഷുഗർ വളരെ ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിക്ക്. അത് നിങ്ങളൊരു 10-20 ദിവസം ഒന്ന് ഒഴിവാക്കി നോക്കൂ. ആ ഒഴിവാക്കി നോക്കുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ബോഡിയിലെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ തന്നെ ഒരു 3-4 മാസം മുന്നുള്ള ഫോട്ടോ ഞാൻ മേലെ കൊടുക്കാം. ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, പച്ചക്കറികൾ, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, ഇത് മെയിനായിട്ട് ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയതോടുകൂടി എൻ്റെ മുടി കൊഴിച്ചിൽ പറ്റ കുറഞ്ഞു. ഈവൻ എൻ്റെ പുരികം വരെ കൊഴിഞ്ഞിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡയറ്റിലേക്ക് സ്വിച്ച് ചെയ്തതോടുകൂടി എൻ്റെ എല്ലാ ഹെയർ കെയർ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഒഴിവായി എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. അത് മുടി എന്ന് മാത്രമല്ല, നമ്മുടെ മൊത്തമായിട്ടുള്ള ഹെൽത്തിൽ അത് നല്ല ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സിവിയറായിട്ട് മുടി കൊഴിച്ചിലുള്ളവർക്കും നല്ല നീളുണ്ടായിരുന്ന മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോയി ഷോർട്ടൊക്കെ ആയവർ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങി ഉപയോഗിക്കാതെ പെട്ടെന്ന് പോയിട്ട് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ഡോക്ടറോട് ഇന്ന പോലെയാണ് വിഷയം എന്ന് പറഞ്ഞ് നന്നായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാത്ത വിധത്തിലൊന്നും ചെയ്യരുത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള വല്ല അസുഖങ്ങളുടെയും സിംറ്റംസ് ആയിരിക്കാം നമ്മുടെ മുടി കൊഴിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് ഹെയറിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു മിത്താണോ എന്ന് പോലും എനിക്കറിയാത്ത കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ എന്തായാലും ഒരു 18-17 വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. കാരണം ശരിയാണ്, ഞാൻ അങ്ങനെയാണ് ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, അത് ചിലപ്പോൾ ഒരു നീളം വെക്കുന്നതിന് അതൊരു ഭാഗമായിട്ടുണ്ടായിരിക്കാം എൻ്റെ ഹെയർ കെയറിൽ. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പറഞ്ഞു കേൾക്കുകയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ടാറ്റാ.